നിങ്ങളുടെ കയ്യിൽ ഒരു കിളിയുണ്ടെന്ന് വിചാരിക്കുക. ഒരു പക്ഷി, ഒരു പ്രാവോ തത്തയോ മൈനയോ എന്തെങ്കിലും നിങ്ങൾക്ക് ജീവനേക്കാൾ ഇഷ്ടമുള്ള, ഒട്ടും നഷ്ടപ്പെടാൻ ആഗ്രഹമില്ലാത്ത ഒരു ഭംഗിയുള്ളൊരു കിളി. നിങ്ങളിതിനെ ഭയങ്കരമായിട്ട് കെയർ ചെയ്യുന്നതുകൊണ്ട് ആരും കൊണ്ടുപോകാതിരിക്കാൻ നിങ്ങൾ കയ്യിലിങ്ങനെ അതിനെ ചുരുട്ടി മുറുക്കി പിടിച്ചിരിക്കുകയാണ്. പക്ഷേ നിങ്ങൾ എത്രത്തോളം ടൈറ്റായിട്ട് പിടിക്കുന്നുവോ അത്രത്തോളം ആ കിളിക്ക് ശ്വാസം മുട്ടും. അത് രക്ഷപ്പെടാൻ വേണ്ടി ചിറകടിച്ച് പിടയും. നിങ്ങൾ കൊത്തി നോക്കും, കുറെ കരഞ്ഞു നോക്കും, പരമാവധിയൊക്കെ ശ്രമിക്കും. ഒടുവിൽ എന്ത് സംഭവിക്കും? ഒന്നുകിൽ അത് കയ്യിൽ നിന്ന് വഴുതി പറന്നു പോകും, അല്ലെങ്കിൽ നിങ്ങളുടെ കൈ കിടന്ന് തന്നെ അതിന് ജീവൻ പോകും. സത്യം പറഞ്ഞാൽ നമ്മൾ ചിലരെ ഒരുപാടങ്ങ് സ്നേഹിക്കുമ്പോഴും ഇതേ കാര്യം തന്നെയാണ് നടക്കുന്നത്. നമ്മൾ വിചാരിക്കും ഇത് കെയറിങ് ആണെന്ന്. പക്ഷെ സ്നേഹം എന്ന പേരിൽ നമ്മൾ കൊടുക്കുന്ന ഈ അമിത നിയന്ത്രണങ്ങൾ സത്യത്തിൽ അവരെ ശ്വാസം മുട്ടിച്ച് കൊല്ലുകയാണ്. എന്തുകൊണ്ടാണ് നമ്മളറിയാതെ ഇങ്ങനെ സംഭവിക്കുന്നത്? ഇതിന് പിന്നിൽ സൈക്കോളജി എന്താണ്? അവർ നമ്മളെ എന്നേക്കുമായി വിട്ടുപോകുന്നതിന് മുമ്പ് ഈ മുറുക്കിപ്പിടുത്തം എങ്ങനെ മാറ്റിയെടുക്കാം? ഇതിനായി നമ്മൾ ചെയ്യേണ്ട 3 സൂപ്പർ കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത്. സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണുക. ചിലപ്പോൾ നിങ്ങളിങ്ങനെ ചെയ്യുന്നുണ്ടാവും, അല്ലെങ്കിൽ നിങ്ങളാരെങ്കിലും. മനുഷ്യരുടെ മനസ്സിൻ്റെ ഒരു പ്രത്യേകത ഞാൻ പറഞ്ഞിരട്ടെ. നമ്മുടെ ഈ സൈക്കോളജിയിൽ സ്കാർസിറ്റി എന്ന് പറയുന്നൊരു കോൺസെപ്റ്റ് ഉണ്ട്. അതായത് എളുപ്പത്തിൽ കിട്ടാത്ത ഭയങ്കര റെയറായിട്ടുള്ള സാധനങ്ങൾക്കാണ് നമ്മൾ മനുഷ്യരെപ്പോഴും വില കൊടുക്കുക, അല്ലേ? ഇപ്പോൾ ഈ റോളക്സ് വാച്ചിനൊക്കെ ലക്ഷങ്ങളും കോടികളും ഒക്കെ വില വരാൻ കാരണം എന്താ? അത് ഭയങ്കര റെയറായതുകൊണ്ടാണ്. സ്വർണ്ണത്തിനും ഡയമണ്ടിനൊക്കെ വില കൂടാൻ കാരണം അത് കുറച്ച് മാത്രം ഉള്ളതുകൊണ്ടാണ്. ഒരു റിലേഷൻഷിപ്പിലും ഇതേ കാര്യമായിട്ട് നടക്കുന്നത്. നമ്മുടെ ഒരു അപൂർവ സാധനമാണെന്ന് തോന്നുമ്പോഴേ മറ്റുള്ളവർക്ക് നമ്മുടെ വില മനസ്സിലാവും. പക്ഷേ നമ്മുടെ ഒരാൾ അമിതമായി സ്നേഹിക്കാൻ തുടങ്ങി എന്താ സംഭവിക്കുക? നമ്മൾ 24 മണിക്കൂറും അവർക്ക് വേണ്ടി മാത്രം ജീവിക്കാൻ തുടങ്ങും. ഇപ്പോഴും അവരുടെ മെസ്സേജിനായി കാത്തിരിക്കും. അവരെപ്പോൾ വിളിച്ചാലും ആദ്യത്തെ റിംഗിന് തന്നെ ആൻസർ ചെയ്യും. മെസ്സേജ് വന്ന് അടുത്ത സെക്കൻഡ് റിപ്ലൈ കൊടുക്കും. എപ്പോൾ വിളിച്ചാലും ഓടിച്ചെല്ലും. ചുരുക്കം പറഞ്ഞാൽ നമ്മൾ 100% ഫ്രീ ആയിരിക്കും. അവിടെയാണ് നമുക്ക് പണി കിട്ടുന്നത്. നമ്മളെപ്പോഴും അവരുടെ ചുറ്റും ഇങ്ങനെ നടക്കുമ്പോൾ നമ്മളൊരു റെയർ സാധനം അല്ലാതായിട്ട് മാറും. അതോടെ നമ്മുടെ വിലങ്ങടിയും. ഇത് സ്നേഹമില്ലായ്മയോ അല്ലെങ്കിൽ ക്രൂരതയോ ഒന്നുമല്ല കേട്ടോ. ഇത് പക്കാ സയൻറ്റിഫിക് ആണ്. നമ്മുടെ തലച്ചോറിൻ്റെ കളി, ന്യൂറോബയോളജി എന്ന് പറയും. നമ്മുടെ മസ്തിഷ്കത്തിന് എപ്പോഴും കഷ്ടപ്പെട്ട് കിട്ടുന്ന കാര്യങ്ങളോട് താല്പര്യം തോന്നും. എപ്പോഴും കൺമുന്നിലുള്ളതിനൊക്കെ പുച്ഛിച്ച് തള്ളും. അതുകൊണ്ട് നിങ്ങൾ എപ്പോഴും എനിക്ക് ഫ്രീ ആയിരിക്കുമ്പോൾ അവരറിയാതെ തന്നെ നിങ്ങളിൽ നിന്ന് പതിയെ അകലാൻ തുടങ്ങും. അവർക്ക് നിങ്ങളോട് സ്നേഹമില്ലാത്ത കൊണ്ടല്ല കേട്ടോ സംഭവിക്കുന്നത്. പകരം എപ്പോൾ നോക്കിയാലും കിട്ടുന്ന ഒന്നായതുകൊണ്ട് ഇതിന് വലിയ വില ഒന്നുമില്ല എന്ന് തലച്ചോറ് അവരെ തെറ്റിദ്ധരിപ്പിക്കുന്നതാണ്. നമ്മൾ അവർക്ക് അത്രയധികം ഈസി ആയിപ്പോയി എന്നാണ് സത്യം. ഇനി അമിതമായി സ്നേഹിക്കുമ്പോൾ സത്യത്തിൽ നമ്മൾ എന്താണ് ചെയ്യുന്നത് നോക്കാം. ഇതിന് നമുക്ക് ആ കിളിയെ മുറുക്കി പിടിക്കൽ അല്ലെങ്കിൽ സ്ക്യൂസ് ദ വേർഡ് എന്ന് വിളിക്കാം. ഓരോ തവണയും നിങ്ങൾ അവർക്ക് ആദ്യം മെസ്സേജ് അയക്കുമ്പോൾ സത്യത്തിൽ നിങ്ങൾ ആ കിളിയെ ഒന്നുകൂടി മുറുക്കി പിടിക്കുകയാണ്. ഫോൺ നോക്കി അവരുടെ മെസ്സേജിനായി കാത്തിരിക്കുമ്പോൾ നിങ്ങൾ വീണ്ടും മുറുക്കുകയാണ്. അവർക്ക് വേണ്ടി നിങ്ങളുടെ സ്വന്തം പ്ലാനുകളൊക്കെ ക്യാൻസൽ ചെയ്യുമ്പോൾ നിങ്ങൾ അവരെ വീണ്ടും മുറുക്കി പിടിക്കുകയാണ്. അവരുടെ ലാസ്റ്റ് സീനും ഓൺലൈനും ഒക്കെ എപ്പോഴും ചെക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ അവരെ ശ്വാസം മുട്ടിക്കുകയാണ്. നിങ്ങൾ വിചാരിക്കുന്നത് ഇതൊക്കെ നിങ്ങളുടെ വലിയ സ്നേഹമാണെന്നാണ്. പക്ഷെ അവർക്കിതൊരു വലിയ പ്രഷറായിട്ടാണ് ഫീൽ ചെയ്യുന്നത്. എന്തുകൊണ്ടാണെന്നറിയോ? നിങ്ങൾ എപ്പോഴും ഇങ്ങനെ റിലേഷൻഷിപ്പിൻ്റെ പുറകെ നടക്കുമ്പോൾ നിങ്ങളുടെ പെരുമാറ്റം സത്യത്തിൽ അവരോട് വിളിച്ചു പറഞ്ഞ ഇതൊക്കെയാണ്: എനിക്ക് ഭയങ്കര പേടിയാണ് നീ എന്നെ ഇട്ടിട്ട് പോകുമോ എന്ന്. എനിക്കെപ്പോഴും നിൻ്റെ ഉറപ്പ് വേണം. നീ കൂടെ ഇല്ലെങ്കിൽ എനിക്ക് ജീവിക്കാൻ പറ്റില്ല. ഈ ഒരു പേടിയും ഡെസ്പറേഷനും ഒക്കെയാണ് സത്യത്തിൽ അവരെ നിങ്ങളിൽ നിന്ന് അകറ്റുന്നത്. കാരണം റിയൽ ലവ് ഒരിക്കലും ആരെയും ശ്വാസം മുട്ടിക്കില്ല. അതവർക്ക് ഫ്രീഡം കൊടുക്കും. യഥാർത്ഥ സ്നേഹം പറയുന്നത് എനിക്ക് നിന്നെ ഇഷ്ടമാണ്, അതുകൊണ്ട് തന്നെ നിൻ്റെ തീരുമാനങ്ങളും ഇഷ്ടങ്ങളും ഞാൻ 100% വിശ്വസിക്കുന്നുണ്ട് എന്നാണ്. പക്ഷേ പേടിയുള്ള സ്നേഹം, ആങ്ഷ്യസ് ലവ്, പറയുന്നത് എനിക്ക് നിന്നെ വേണം, ഞാൻ നിന്നെ എപ്പോഴും വാച്ച് ചെയ്യും, നിനക്കായി ഇവിടെ കാത്തിരിക്കും എന്നാണ്. നിങ്ങളുടെ ഉദ്ദേശം എത്ര നല്ലതാണെങ്കിലും ഈ ഒരു ലൈന് ബന്ധങ്ങളെ നശിപ്പിക്കും. നിങ്ങൾ കാണിക്കുന്ന ഈ അമിത സ്നേഹത്തിൻ്റെ ഉള്ളിലുള്ള ഭയവും കോംപ്ലക്സും ഒക്കെ അവർക്ക് കൃത്യമായി മണത്തറിയാൻ പറ്റും. നിങ്ങൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളുടെ പിന്നിലെയും ആ ഇൻസെക്യൂരിറ്റീസും അവരെ ശരിക്കും ഭയപ്പെടുത്തും. അവസാനം അവർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരു കാര്യം അവർ ചെയ്യും: അവർ ജീവനും കൊണ്ട് നിങ്ങളിൽ നിന്ന് ഓടി ഒളിക്കും. സത്യത്തിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഇപ്പോൾ എന്താണ് നടക്കുന്നതെന്ന് ഞാൻ പറഞ്ഞിരട്ടെ. നിങ്ങളറിയാതെ തന്നെ നിങ്ങളൊരു സൈക്കോളജിക്കൽ കെണിയിൽ പെട്ടിരിക്കുകയാണ്. അതായത് നിങ്ങൾക്ക് ഇൻസെക്യൂരിറ്റി കൂടുമ്പോൾ നിങ്ങളവരുടെ പുറകെ ഓടും, ചേസ് ചെയ്യും. അപ്പോൾ അവർക്ക് ശ്വാസം മുട്ടുന്നതുകൊണ്ട് അവർ നിങ്ങളിൽ നിന്ന് തന്നെ ഓടി ഒളിക്കും, അവോയ്ഡ് എന്ന് പറയും. നിങ്ങൾ എത്രത്തോളം അവരുടെ പുറകെ ഓടുന്നുവോ അത്രത്തോളം അവരുടെ ഫ്രീഡം നഷ്ടപ്പെടാതിരിക്കാൻ അവർ കൂടുതൽ വേഗത്തിൽ ഓടും. ഇതൊരുമാതിരി ഈ പൂച്ചയും ഒരു കളിയാണ്. ഈ കളി ഒടുവിൽ ആരെങ്കിലും ഒരാൾ തളരുന്നവരെ ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും. ഒന്ന് ആലോചിച്ച് നോക്കിയേ, നിങ്ങൾ അവർക്കൊരു മെസ്സേജ് അയച്ചിട്ട് അവർ റിപ്ലൈ തന്നില്ലെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യാറുള്ളത്? നിങ്ങൾ വീണ്ടും മെസ്സേജ് അയക്കും. ചിലപ്പോൾ 3-4 തവണ അയക്കും. നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ, ഞാൻ പറഞ്ഞതിൽ തെറ്റുണ്ടോ? എനിക്കറിയാം എന്നെ മനഃപൂർവ്വം അവോയ്ഡ് ചെയ്യാണ് എന്നൊക്കെ പറഞ്ഞ് ചോദിച്ച് നമ്മളവരുടെ പുറകെ വീണ്ടും ഓടും. നിങ്ങളുടെ ആ ഒരു പേടി കൊണ്ടാണ് നിങ്ങളിങ്ങനെ കൂടുതൽ ഓടുന്നത്. പക്ഷെ അവർ ഫോൺ തുറന്ന് ഈ മെസ്സേജുകളൊക്കെ കാണുമ്പോൾ അവർക്ക് ഭയങ്കരമായിട്ട് ശ്വാസം മുട്ടും. അതുകൊണ്ട് അവർ വീണ്ടും നിങ്ങളിൽ നിന്ന് അകലാൻ നോക്കും. അവരകലുമ്പോൾ നിങ്ങൾക്ക് വീണ്ടും പേടിയാവും. നിങ്ങൾ വീണ്ടും പുറകെ ഓടും. അവർ വീണ്ടും ഓടിക്കും. ഇതൊരു വിഷ്യസ് സൈക്കിളാണ്.
ഇത് നിങ്ങൾ രണ്ടുപേരും മോശക്കാരല്ല കേട്ടോ. നിങ്ങൾക്ക് പേടിയുള്ളതുകൊണ്ട് നിങ്ങൾ മോശക്കാരനാകുന്നില്ല, അവർക്ക് ശ്വാസം മുട്ടുന്നതുകൊണ്ട് അവരകലൊന്നിലും തെറ്റില്ല. നിങ്ങൾ രണ്ടുപേരും വർക്കൗട്ട് ആകാത്ത ഒരേ പാറ്റേണിൽ പെട്ടുപോയത് എന്നാണ് സത്യം. ഇനിയാണ് പ്രധാന ചോദ്യം, നിങ്ങൾക്ക് ഈ കളി ഇങ്ങനെ തന്നെ മുന്നോട്ട് കൊണ്ടുപോകണോ അതോ ഈ കളി ഇവിടെ വെച്ച് അവസാനിപ്പിക്കണോ? ഇത് മാറ്റിയെടുക്കാൻ പറ്റും, പക്ഷെ അതിനാദ്യം ചെയ്യേണ്ടത് എന്താണെന്നറിയോ? നിങ്ങൾ അവരുടെ പുറകെ ഓടുന്നത് ആദ്യം നിർത്തണം. ഒരു കാര്യം ഒന്ന് ചെയ്യുമോ? അപ്പോൾ ഈ വീഡിയോ ഒരൊറ്റ സെക്കൻഡ് പോസ് ചെയ്യുക, എന്നിട്ട് നിങ്ങളുടെ ഉള്ളിലേക്ക് നോക്കി ഈ ഒരു ചോദ്യം സ്വയം ചോദിക്കുക. നിങ്ങൾ സത്യത്തിൽ അവരെ സ്നേഹിക്കുകയാണോ അതോ ലൈഫിൽ ഒറ്റയ്ക്കായി പോകുമോ എന്ന പേടി കൊണ്ടാണോ ഈ കാട്ടിക്കൂട്ടുന്നതൊക്കെ? കാരണം ഇത് രണ്ടും വേറെ വേറെ ലെവൽ സാധനങ്ങളാണ്. റിയൽ ലവ് എപ്പോഴും നോക്കുക അവർക്ക് എന്താണ് ഏറ്റവും നല്ലതെന്നാണ്. പക്ഷേ ഉള്ളിലെ ഈ പേടി, ആങ്ഷ്യസ് അറ്റാച്ച്മെൻറ്റ് എപ്പോഴും നോക്കുക നമുക്ക് എങ്ങനെ സേഫ് ആകാം എന്ന് മാത്രമാണ്. യഥാർത്ഥ സ്നേഹമാണെങ്കിൽ അവർക്ക് ആവശ്യമാണെങ്കിലും അവരെ ഫ്രീ ആയി വിടാൻ നമുക്ക് പറ്റും. എന്നാൽ ഈ ഇൻസെക്യൂരിറ്റി തലക്കി പിടിച്ച സ്നേഹമാണെങ്കിൽ അവർ നമ്മൾ ഇട്ടിട്ട് പോകുന്ന പേടി കാരണം നമ്മൾ അവരെ വീണ്ടും മുറുക്കി പിടിക്കും. റിയൽ ലവ് ഉള്ളിടത്ത് പൂർണ്ണമായ വിശ്വാസം ഉണ്ടാവും. പക്ഷേ ഈ പേടിയുള്ള ലവ് എപ്പോഴും ഫോൺ നോക്കി അവരുടെ ലാസ്റ്റ് സീനും ഓൺലൈനും ചെക്ക് ചെയ്തിരിക്കും. യഥാർത്ഥ സ്നേഹം അവരുടെ പേഴ്സണൽ സ്പേസിനെ ബഹുമാനിക്കും. എന്നാൽ പേടിയുള്ള സ്നേഹം സ്വന്തം സമാധാനത്തിന് വേണ്ടി അവരുടെ ഫ്രീഡം മൊത്തം തകർക്കും. ഈ കളിയിൽ നിന്ന് നിങ്ങൾക്ക് രക്ഷപ്പെടണമെന്നുണ്ടെങ്കിൽ ആദ്യം ഈ വ്യത്യാസം തിരിച്ചറിയണം. കാരണം ഉള്ളിലെ കുഴപ്പം എന്താണ് നമ്മൾ തുറന്ന് സമ്മതിക്കാത്തടത്തോളം കാലം നമുക്കൊരിക്കലും സ്വയം മാറാൻ കഴിയില്ല. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഏകദേശം മനസ്സിലായല്ലോ. ഇനിയെല്ലാം കൈവിട്ടു പോകുന്നതിന് മുമ്പ് ഈ പ്രശ്നം എങ്ങനെ പരിഹരിക്കാമെന്ന് നമുക്ക് നോക്കാം. ഇതിന് നമ്മൾ ചെയ്യേണ്ട 3 സൂപ്പർ സ്റ്റെപ്പുകളുണ്ട്. ഏതൊക്കെയാണ് നോക്കാം. ഒന്നാമത്തെ സ്റ്റെപ്പാണ് ദി മിറർ ടെക്നിക്ക്. അവരുടെ പുറകെ ഓടുന്നത് ഇപ്പം തന്നെ നിർത്തുക. ഒരടി പിന്നോട്ട് വെച്ചാൽ നിങ്ങൾ ഒരടി പിന്നോട്ട് വയ്ക്കുക. അവർ നിങ്ങൾക്ക് മെസ്സേജ് അയക്കുന്നില്ലേ? നിങ്ങൾ അയക്കേണ്ടെന്നേ. അവർ നിങ്ങളോടൊന്നും സംസാരിക്കുന്നില്ലേ? ആ നിശബ്ദത തീർക്കാൻ നിങ്ങളായിട്ട് മുൻകൈ എടുക്കണ്ട. ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്കൊന്നും അയ്യോ ഞാനും ഉണ്ടായിരുന്നാൽ അവരെന്നെ മറന്നുപോയല്ലേ എന്ന്. പക്ഷെ സംഗതി നേരെ തിരിച്ചാണ്. നിങ്ങൾ കൊടുക്കുന്ന ആ ഒരു ഗ്യാപ്പാണ്, ആ ഡിസ്റ്റൻസാണ് അവരെ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്നത്. നിങ്ങൾ മിണ്ടാതിരിക്കുമ്പോഴാണ് അവർക്ക് നിങ്ങളോട് സംസാരിക്കണമെന്ന് തോന്നുക. ഇത് അവരെ പറ്റിക്കാനുള്ള ട്രിക്കൊന്നുമല്ല കേട്ടോ. ഇതൊരു ബാലൻസിങ് ആണ്. പ്രഷർ കൊടുക്കുന്നതിന് പകരം അവർ കാണിക്കുന്ന അതേ എനർജി നിങ്ങളും തിരിച്ചു കാണിക്കുന്നു, അത്രയേ ഉള്ളൂ. രണ്ടാമത്തെ സ്റ്റെപ്പാണ് സ്വന്തം കാര്യത്തിൽ ശ്രദ്ധിക്കുക, സെൽഫ് ഇൻവെസ്റ്റ്മെൻറ്റ്. ഇതുവരെ അവർക്ക് വേണ്ടി മാത്രം കളഞ്ഞുകൊണ്ടിരുന്ന നിങ്ങളുടെ എനർജി ഇല്ലേ, അത് മൊത്തം എടുത്ത് ഇനി നിങ്ങൾക്ക് വേണ്ടി മാത്രം ഉപയോഗിക്കുക. നിങ്ങളുടെ ഹോബികൾ, ജോലി, ആരോഗ്യം, കൂട്ടുകാർ, നിങ്ങളുടെ ലൈഫിലെ വളർച്ച, ഇതിലൊക്കെ ശ്രദ്ധിക്കാൻ തുടങ്ങുക. അവരുടെ ലൈഫിന് പുറകെ നടക്കാതെ സ്വന്തം ലൈഫിനെ പ്രണയിക്കാൻ തുടങ്ങുമ്പോൾ കാര്യങ്ങൾ മൊത്തം മാറും. പിന്നീട് നിങ്ങൾ 24 മണിക്കൂറും അവർക്ക് വേണ്ടി ഫ്രീ ആയിരിക്കില്ല. എപ്പോഴും അവരുടെ ലാസ്റ്റ് സീനും ചെക്ക് ചെയ്യില്ല. എപ്പോഴും അവരുടെ ചിന്ത മാത്രമായിട്ട് നടക്കില്ല. നിങ്ങളെപ്പോഴും അവൈലബിൾ അല്ലാതാകുമ്പോൾ സ്വാഭാവികമായും നിങ്ങൾക്ക് അവിടെ വീണ്ടും വില കൂടും. സ്വന്തമായി പറക്കാൻ പഠിച്ച ആ ഭംഗിയുള്ള കിളിയായിട്ട് നിങ്ങൾ വീണ്ടും മാറും. മൂന്നാമത്തെ സ്റ്റെപ്പാണ് ബൗണ്ടറി സെറ്റ് ചെയ്യുക. ചില കാര്യങ്ങൾക്ക് നോ പറയാൻ പഠിക്കുക. എനിക്കിപ്പോൾ അതിന് കഴിയില്ല എന്ന് മുഖത്ത് നോക്കി പറയാൻ ശീലിക്കുക. കാരണം ഒരു ലോങ് ടേം റിലേഷൻഷിപ്പിൽ സ്നേഹത്തേക്കാൾ വലുത് പരസ്പര ബഹുമാനമാണ്. നിങ്ങളുടെ സമയത്തെയോ അല്ലെങ്കിൽ എനർജിയെയോ അല്ലെങ്കിൽ നിങ്ങളുടെ തീരുമാനങ്ങളെ ഒരാൾ ബഹുമാനിക്കുന്നില്ലെങ്കിൽ അവർക്ക് നിങ്ങളുടെ ലൈഫിലേക്ക് അൺലിമിറ്റഡ് ആക്സസ് കൊടുക്കേണ്ട യാതൊരു ആവശ്യമില്ല. നിങ്ങളെപ്പോൾ നിങ്ങളെ ബഹുമാനിക്കാൻ തുടങ്ങുന്നു അപ്പം മുതൽ മറ്റുള്ളവരും നിങ്ങളെ ബഹുമാനിക്കാൻ തുടങ്ങും. കാരണം നല്ല റിലേഷൻഷിപ്പ് കെട്ടിപ്പടുക്കേണ്ടത് പരസ്പര ബഹുമാനത്തിലാണ്, അല്ലാതെ അവർക്ക് വേണ്ടിയുള്ള ഡെസ്പിറേഷനിലല്ല. നിങ്ങളുടെ ചിന്തകളെ മൊത്തം മാറ്റിമറിക്കാൻ പോകുന്ന ആ ഒരു സത്യം ഞാൻ പറയട്ടെ. റിയൽ ലവ് എന്ന് പറഞ്ഞാൽ ഒരിക്കലും ഒരാളുടെ മുന്നിൽ കെഞ്ചലോ യാചിക്കലോ ഒന്നുമല്ല ഫ്രണ്ട്സ്. അത് സ്വന്തം ലൈഫിൽ നല്ല വ്യക്തതയുള്ള 2 സൂപ്പർ വ്യക്തികൾ എല്ലാ ദിവസവും എപ്പോഴും ഒരേ മനസ്സോടെ പരസ്പരം ഒന്നിച്ച് ജീവിക്കാൻ തീരുമാനിക്കുന്നതാണ്. യഥാർത്ഥ സ്നേഹം ഒരിക്കലും ആരെയും ശ്വാസം മുട്ടിക്കില്ല. പരസ്പരം നല്ലൊരു കണക്ഷൻ ഉള്ളപ്പോൾ തന്നെ 2 പേർക്കും അവരുടേതായ ഫ്രീഡം കൊടുക്കുന്നതാണത്. ചുരുക്കി പറഞ്ഞാൽ റിയൽ ലവ് എന്ന് പറയുന്നത് ഒരാളെ അന്ധമായി ആവശ്യപ്പെടില്ല, അല്ലെ നീഡിങ് അല്ല. പകരം അവരെ ലൈഫിലേക്ക് ആഗ്രഹിക്കലാണ്, വാണ്ടിങ് ആണ്. നീ എന്നെ ഇട്ടിട്ട് പോകരുത്, എനിക്ക് നീ ഇല്ലാതെ പറ്റില്ല എന്ന് പറയുന്നതും എൻ്റെ ലൈഫ് നിന്നോടൊപ്പം ഷെയർ ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നതെന്ന് പറയുന്നതും ആകാശവും ഭൂമി തമ്മിൽ വ്യത്യാസമുണ്ട്. ഒന്നാമത്തേത് വെറും ഒരു അമിത നിരാശയും പേടിയുമാണ്. എന്നാൽ രണ്ടാമത്തേത് പക്ക പീസ്ഫുള്ളാണ്. ഒന്ന് വലിയൊരു ഭാരവും പ്രഷറും ഉണ്ടാകുമ്പോൾ മറ്റേത് ഭയങ്കരമായിട്ടുള്ള സേഫ്റ്റി ഫീലിംഗ് തരുന്നത്. ഒന്ന് മനുഷ്യരെ നമ്മളിന്ന് ഓടിക്കുമ്പോൾ മറ്റേത് അവരെ നമ്മളിലേക്ക് വലിച്ചടുപ്പിക്കും. അതുകൊണ്ട് അവരെ കയ്യിലിട്ട് മുറുകി പിടിച്ച് കൂടെ നിർത്താൻ ഇനി നോക്കരുത്. എപ്പോഴും അവർക്ക് വേണ്ടി 24 മണിക്കൂറും ഫ്രീ ആയിരുന്ന് നിങ്ങളുടെ സ്നേഹം പ്രൂവ് ചെയ്യാൻ നടക്കുകയും വേണ്ട. പകരം നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ബിസി ആവുക, വളരുക. നിങ്ങളുടെ ആ ഒരു ലൈഫ് കണ്ട് അവർക്ക് നിങ്ങളെ വിട്ടുപോകാൻ തോന്നാത്ത രീതിയിൽ നിങ്ങൾ സൂപ്പർ പേഴ്സണായിട്ട് മാറുക. നിങ്ങളുടെ കൂടെ ഇരിക്കുമ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷവും പോസിറ്റീവ് ഫീലും ഉണ്ടാകണം. അല്ലാതെ അവർക്ക് നിങ്ങളെ വിട്ടുപോകാൻ ഒരു വഴിയില്ലാത്തത് കൊണ്ട് മാത്രം അവർ കൂടെ നിൽക്കുന്ന ആ ഒരു അവസ്ഥ ഉണ്ടാക്കരുത്. അതാണ് യഥാർത്ഥ സ്നേഹം. പറന്നു പോകാൻ ചിറകളുണ്ടായിട്ടും വിശാലമായ ആകാശം മുന്നിലുണ്ടായിട്ടും സ്വന്തം ഇഷ്ടപ്രകാരം നമ്മുടെ അടുത്തേക്ക് തന്നെ പറന്നിറങ്ങുന്ന ആ കിളിയെ പോലെയാണത്. സത്യം പറഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ കാലങ്ങളായി തിരഞ്ഞുകൊണ്ടിരിക്കുന്നതും ഇതുപോലെ സ്നേഹമാണ്, അല്ലേ?
അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ജീവിതവുമായി ഇതിൽ പറഞ്ഞ കാര്യങ്ങൾ കണക്റ്റ് ആയെങ്കിൽ താഴെ യെസ് എന്ന് കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും പറയുക. ഈ വീഡിയോ കേൾക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു സുഹൃത്തിനും ആ ഒരു വ്യക്തിക്ക് വീഡിയോ ഷെയർ ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ആ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.